രണ്ട് വൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടി. പത്തനംതിട്ട അങ്ങാടിക്കൽ പുളിയടിക്കാട്ട് പുത്തൻ വീട്ടിൽ 23 വയസ്സ് പ്രായമുള്ള അരുൺ രാജാണ് സുമനസ്സുകളുടെ സഹായം തേടിയത്. 13 വയസ്സ് മുതൽ പ്രമേഹ രോഗബാധിതനായ അരുണിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താനാകൂവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിന് വൻതുക വേണ്ടിവരുമെന്നതാണ് പ്രതിസന്ധി. ഒരു നിർധന കുടുംബത്തിലെ അംഗമായ അരുണിന് ചിന്തിക്കാൻ കൂടി കഴിയാത്ത തുക. 13 വർഷമായി ഷുഗർ താങ്ങിട്ട്. കിഡ്നിയുടെ അസുഖം താങ്ങിട്ട് 2 മാസത്തോളമായി അറിഞ്ഞിട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മാറ്റി വെക്കണമെന്ന ഡോക്ടർമാർ പറഞ്ഞത്. പോസിറ്റീവ് ഗ്രൂപ്പ്. O പോസിറ്റീവ് രക്തഗ്രൂപ്പിൽപ്പെട്ട വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് നടത്തേണ്ടത്. കൂലിവേല ചെയ്ത് വീട് പുലർത്തുന്ന അമ്മ സുധാകുമാരി മകന്റെ ജീവൻ നിലനിർത്താൻ ഇപ്പോൾ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഭർത്താവ് രാജേന്ദ്രപ്രസാദിന്റെ ചികിത്സയ്ക്കായി ഉള്ളതെല്ലാം വിറ്റുപോയതോടെ ഈ കുടുംബം ഇപ്പോൾ സമ്പൂർണമായി നിരാലംബരായി. ദീർഘനാൾ ചികിത്സ നടത്തിയെങ്കിലും 2 വർഷം മുൻപ് ഭർത്താവ് മരിച്ചു. അന്ന് 45 ദിവസത്തോളം മെഡിക്കൽ മിഷനിൽ കിടന്നു. അതിനുശേഷമാണ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് പിന്നെ പല ആശുപത്രികളിൽ കയറി ഇറങ്ങി. പിന്നെ അമൃതയിൽ വെച്ചായിരുന്നു ഇവന് ഈ കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അച്ഛനെയും കൊണ്ട് ഞങ്ങൾ 8 മാസത്തോളം അമൃതയിൽ കിടന്നു. 15 ലക്ഷം രൂപയോളം അച്ഛന് ചിലവാക്കി. അത് വസ്തു വിറ്റ അച്ഛന് ചിലവാക്കിയത്. ഒടുവിൽ അച്ഛനെ ഞങ്ങൾക്ക് കിട്ടിയുമില്ല. മോൻ ഈ നിലയിലാവുകയും ചെയ്തു. ഇപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് സാമ്പത്തികം ഇല്ലാഞ്ഞതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്ന്. അതിന് സാമ്പത്തികവും ഇല്ല. ഒരു കിഡ്നി O പോസിറ്റീവിൻ്റെ ഒരു കിഡ്നി ആവശ്യമുണ്ട്. പ്രമേഹരോഗ ചികിത്സ നടത്തി വരവേ എറണാകുളത്തെ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരാണ് അരുൺകുമാറിന്റെ വൃക്കകൾ രണ്ടും പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തിയത്. ഇതിനിടെ 3 പ്രാവശ്യം ഡയാലിസിസ് നടത്തി. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. ബന്ധുക്കടയാണെങ്കിൽ അവിടെ വെച്ച് അവർ ഓപ്പറേഷൻ നടത്തത്തുള്ളൂ. വെളിയിൽ നിന്നും ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വെളിയിലേ നടത്തത്തുള്ളെന്നാണ് പറയുന്നത്. പുറത്ത് ആശുപത്രിയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ഡോണറായിട്ട് ഒരാൾ വന്നിരുന്നു. അത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ പറയുന്നത് അവിടെ ഒക്കത്തില്ല എന്ന് മെഡിക്കൽ കോളേജിൽ. പിന്നെ ടെസ്റ്റുകൾക്കൊക്കെ അവർക്ക് കുറിച്ച് തന്നിട്ടുണ്ട്. അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. തരാൻ സന്മനസ്സോട് ഇന്നലെ ഒരാൾ വന്നിരുന്നു. അരുണിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് ധനസഹായം നടത്താൻ താൽപര്യമുള്ളവർ 9605605767 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കൊടുമൺ SPTയിലെ 570583144007 എന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാവുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.